അസ്സലാമു അലൈക്കും. ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉള്ളി വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇത് കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടുപോകാനൊക്കെ അടിപൊളി ഒരു ടേസ്റ്റുള്ളൊരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ. ഈ ഒരു റെസിപ്പി യൂട്യൂബിൽ വൈറലായതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ലൊരു ടേസ്റ്റ് തോന്നി. അപ്പോൾ നിങ്ങൾക്കും കൂടി ഷെയർ ആക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല. അപ്പോൾ കുട്ടികൾക്കൊക്കെ രാവിലെ തന്നെ എളുപ്പത്തിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഉള്ളിയാണ് എടുത്തത് കേട്ടോ. ഈ 2 ഉള്ളി ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് കട്ടാക്കി എടുക്കണം. ഞാൻ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ കട്ടാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ കട്ടാക്കി എടുക്കുക. ഈ ഒരു റെസിപ്പി ചോറിനായാലും അതുപോലെ തന്നെ പത്തിരിക്കായാലും ചപ്പാത്തിക്കായാലും ഒക്കെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു റെസിപ്പി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ ഞാൻ കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ രസം വണ്ണത്തിൽ തന്നെ കട്ടാക്കിയാലും മതിയാവും കേട്ടോ. പെട്ടെന്ന് നമുക്ക് എളുപ്പമാണ് കട്ടാക്കി എടുക്കാൻ. എങ്ങനെ കട്ടാക്കിയാലും ഇതെങ്ങനെ ചെയ്താലും ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ വലുതാക്കിയിട്ട് തന്നെ കട്ടാക്കി എടുത്തിട്ടുണ്ട് ഞാൻ. ഉള്ളി മുഴുവനായിട്ട് ഇവിടെ കട്ട് ചെയ്ത് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഞാനൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഞാനിവിടെ കുതിർക്കാൻ വെച്ചിരുന്നു. അതൊന്ന് കുതിർന്ന് വരുന്ന നേരം കൊണ്ട് നമുക്കൊന്ന് റെസിപ്പി ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാത്രം ഞാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എണ്ണ പാർന്ന് എടുത്തിട്ട് ചൂടായതിന് ശേഷം കടുക് പൊട്ടിച്ച് കൊടുക്കുക കേട്ടോ ആദ്യം തന്നെ. അപ്പോൾ ഈ ഒരു വീഡിയോ എന്നോട് വിട്ടുപോയതാണ് എടുക്കാൻ. അപ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഉലുവാണ് കേട്ടോ. കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുത്ത് അതൊന്ന് ചോന്ന് വരുന്ന നേരം കൊണ്ട് നമുക്ക് ഈ ഉള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഉള്ളിയില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഉള്ളിൻ്റെ അപ്പുറം തന്നെ ഞാൻ ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി കട്ട് ചെയ്ത് കൊടുത്തിരുന്നു കേട്ടോ. അതിനോട് എടുക്കാൻ വിട്ടുപോയതാ. ചെറിയൊരു കഷ്ണം മതിയാവും. അപ്പോൾ അതും ഈ ഉള്ളിൻ്റെ അപ്പുറം തന്നെ ഇട്ട് കൊടുത്തേക്ക് അതും കൂടി ഒന്ന് താളിച്ചെടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് താളിച്ചെടുക്കട്ടെ. ഇതേപോലെ അധികം വാടേണ്ട ആവശ്യമില്ല. കുറച്ചൊന്ന് നല്ലോണം എന്നാലും ഒന്ന് കുറച്ച് നല്ലോണം ഒന്ന് വാടിക്കോട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂണൊക്കെ മതിയാവും കേട്ടോ. എന്നിട്ട് ഈ ഒരു എണ്ണയിൽ കടന്നിട്ട് തന്നെ നല്ലോണം ഒന്ന് താളിച്ച് കൊടുക്കുക. ഈ ഒരു മുളക് പൊടിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോവട്ടെ. എന്നിട്ട് ഇതേപോലെ ഒന്ന് താളിച്ച് കൊടുക്കുക. ഏകദേശം ആയിക്കുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ച പുളിയില്ലേ അത് നല്ലോണം പൊതിർന്നതിനു. അപ്പോൾ നമ്മളിങ്ങനെ അരിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുളിയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക. പാകത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിനു കേട്ടോ. അതിനോട് കാണിക്കാൻ വിട്ടു അതാണ്. അപ്പോൾ നല്ലോണം ഒന്ന് പുളിയൊന്ന് കുറുകി വരട്ടെ. പുളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കുറുകി വരട്ടെ. ഈ ഒരു പുളി നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിനല്ലോ നേരത്തെ. അപ്പം പാകത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിനല്ലോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു കഷ്ണം ശർക്കരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴത്തേക്കും നമ്മൾ ഉള്ളിയും അതുപോലെ തന്നെ ശർക്കര ഒക്കെ ഒന്ന് ഉരുക്കി ഈ ഒരു പുളിയും ഒക്കെ ചേരുന്ന സമയത്ത് ഉപ്പും അതുപോലെ തന്നെ എല്ലാം കൂടി മിക്സായി വരുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറിക്ക്. അപ്പോൾ ഇതുപോലെ മാത്രം പോരെ. അതൊന്ന് കുറുകി വന്നതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കട്ടോ. കുറുകി വന്നാലാണ് ഈ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക ഈ ഒരു റെസിപ്പിക്ക്. അപ്പം നമ്മളെ റെസിപ്പി ഇവിടെ ആയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു റെസിപ്പി കഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത്. എളുപ്പമാണ് ഇത് രാവിലെ തന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുത്ത പുതിയ വീഡിയോ കാണാം. അസ്സലാമു അലൈക്കും.